അഡ്മിഷൻ എന്നതാണോ എൻ്റെ കുട്ടികളുടെ ലക്ഷ്യം? അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണും. അപ്പോൾ NITs എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഡ്രീം ചെയ്യുന്നത് NITയിൽ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള സ്ട്രീം ആണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ നിങ്ങളെ ഒന്ന് കൊതിപ്പിക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ഇന്ത്യയിലെ എല്ലാ NITസിൻ്റെയും ലിസ്റ്റാണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ NITസിനെ നമുക്ക് മൂന്നായിട്ട്, അതായത് 3 ടയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ 3 ലെവലായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. സോ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള NITs എന്ന് പറയുന്നത് ടയർ 1ലാണ് വരിക. ആൻഡ് നെക്സ്റ്റ് സെഷനാണ് ടയർ 2ൽ വരിക. ആൻഡ് ലാസ്റ്റ് റാങ്കിങ്ങിൽ വരുന്നവരാണ് ഈ ഒരു ടയർ 3ൽ വരിക. സോ എയിം ഫോർ ബെസ്റ്റ് NIT. ആൻഡ് ഈ ഒരു അവസരത്തിൽ എൻ്റെ കുട്ടികളോട് മിസ് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ്, അതായത് നിങ്ങൾ ഏത് NIT ആണ് ഡ്രീം ചെയ്യുന്നത്? NIT ഒന്ന് എന്ത് ചെയ്യുക, വേഗം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു NITസിലേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, IITയെ പോലെ തന്നെ പല IITസിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് NITs മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ NITയിൽ ഒരു അഡ്മിഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ്സ് എ പ്രൗഡ് മൊമെൻ്റ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം ഈ ഒരു NITയിലേക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ നിങ്ങൾ അപ്പിയർ ചെയ്യേണ്ട എക്സാം JEE അഥവാ ജോയിൻറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ തന്നെയാണ്. അപ്പം ഈ ഒരു എൻട്രൻസ് എക്സാം 2 തരത്തിലാണുള്ളത് അല്ലേ. JEE മെയിൻസ് എക്സാം ഉണ്ട്, JEE അഡ്വാൻസ്ഡ് എക്സാം ഉണ്ട്. ബട്ട് NITയിലാണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ JEE മെയിൻസ് എക്സാം ആണ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു JEE മെയിൻസ് എക്സാമിനെ പറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, JEE മെയിൻസ് നിങ്ങൾ ക്ലിയർ ചെയ്യുകയാണെങ്കിൽ NIT മാത്രമല്ല IIITs അഥവാ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും നിങ്ങൾക്ക് അഡ്മിഷൻസ് നേടിയെടുക്കാൻ വേണ്ടി പറ്റും. സെറ്റാണല്ലോ. ഇനി ഓരോ വർഷവും നിങ്ങളുടെ കോമ്പറ്റീഷൻ ഒന്ന് മനസ്സിലാക്കുക. 10 മുതൽ 12 ലക്ഷം കുട്ടികളാണ് JEE മെയിൻസ് എക്സാം അപ്പിയർ ചെയ്യുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതിലൊരു 2.5 ലക്ഷം കുട്ടികളാണ് JEE മെയിൻസ് ക്വാളിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ഒരു 3 hours ഓഫ് എക്സാം ആയിരിക്കും. 3 മണിക്കൂറാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. ആൻഡ് കോൺസിക്യൂട്ടീവ്ലി ഒരു കുട്ടിക്ക് 3 തവണയാണ് JEE എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുക. ഒന്ന് അലോങ് വിത്ത് +2. ആൻഡ് നിങ്ങൾക്കറിയാം നമ്മുടെ JEE എക്സാം എന്ന് പറയുന്നത് ഓരോ വർഷവും 2 തവണയാണ് വരുന്നത്. ഒന്ന് ജാനുവരി അറ്റംപ്റ്റ് അഥവാ സെഷൻ 1 ആൻഡ് ഏപ്രിൽ അറ്റംപ്റ്റ് അഥവാ സെഷൻ 2. ഈ 2 മെയിൻസ് എക്സാമുകളാണ് ഓരോ വർഷം വരുന്നത്. ജാനുവരി കുറച്ചുകൂടെ ബോർഡ്സിന് മുമ്പായതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഈസി ആയിരിക്കും, കട്ട് ഓഫ് കുറവായിരിക്കും. ആൻഡ് ഏപ്രിൽ അറ്റംപ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബോർഡ്സ് കഴിഞ്ഞു വരുന്നതായതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കും. ആൻഡ് കട്ട് ഓഫ് ഭയങ്കര കൂടുതലായിരിക്കും, ഡിഫിക്കൽട്ടി ലെവൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക്, അതായത് +2ൽ 75% ഓഫ് മാർക്സ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിരിക്കണം. ആ 75% മാർക്ക് എന്ന് പറയുമ്പോൾ 5 സബ്ജക്ട്സ് ആണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ 5 സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷ് ആൻഡ് ഒരു സബ്ജക്റ്റ് യു ക്യാൻ ചൂസ്. അതിൽ ഇൻഡിവിജ്വലി 75% വേണം. അപ്പോൾ നിങ്ങൾക്ക് മെയിൻസ് എഴുതാം. അപ്പോൾ ജനുവരി അറ്റംപ്റ്റിൽ നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ ബോർഡ്സിൻ്റെ റിസൾട്ട് ചിലപ്പോൾ വന്നോളണമെന്നില്ല അല്ലേ. പക്ഷേ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും +2 മാർക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിന് വേണ്ടി നന്നായിട്ട് പഠിക്കുക കേട്ടോ. റെഡി. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, JEE മെയിൻസ് നിങ്ങൾ ക്ലിയർ ചെയ്താൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് JEE അഡ്വാൻസ്ഡ് എഴുതാൻ വേണ്ടി പോകാൻ പറ്റും. നിങ്ങൾക്ക് NITയിലാണ് അഡ്മിഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് JEE അഡ്വാൻസ്ഡ് എഴുതേണ്ട ആവശ്യമില്ല, മെയിൻസ് മാത്രം എഴുതിയാൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, +1ൻ്റെയും +2ൻ്റെയും NCERT സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ആൻഡ് ഇറ്റ്സ് എ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്, അതായത് കമ്പ്യൂട്ടർ ഓൺലൈൻ ആയിട്ടാണ് ഈ എക്സാം നടത്തുന്നതെന്ന് മനസ്സിലാക്കുക. ആൻഡ് ഓഫ് കോഴ്സ് JEE അഡ്വാൻസ്ഡിനേക്കാൾ കുറച്ചുകൂടെ ഈസിയർ ആയിട്ടുള്ള എക്സാമാണ് JEE മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത് NTA അഥവാ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. നീറ്റ് എക്സാം പോലെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന NTA തന്നെയാണ് JEE മെയിൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്നത്. ആൻഡ് JEE അഡ്വാൻസ്ഡിലേക്ക് പോവുകയാണെങ്കിൽ അത് ഡയറക്റ്റ് IITs ആണ് സെറ്റ് ചെയ്യുക കേട്ടോ. എലിജിബിലിറ്റി ഓൾറെഡി ഞാൻ പറഞ്ഞു 75% ആണ് വരുന്നത്. ആൻഡ് നിങ്ങൾക്ക് 300 മാർക്കിലാണ് മെയിൻസ് എക്സാം വരിക. ഫിസിക്സ്, കെമിസ്ട്രി ആൻഡ് മാത്സ് കൂട്ടുമ്പോൾ മൊത്തത്തിൽ 300 മാർക്കിനാണ് വരിക. ആ 300 മാർക്ക് എന്ന് പറയുമ്പോൾ മൊത്തം 75 ക്വസ്റ്റ്യൻസ് ആണ് വരിക. കെമിസ്ട്രി, ഫിസിക്സ്, മാത്സിൽ 25 ക്വസ്റ്റ്യൻസ് ഈച്ച് ആയിരിക്കും. അതിൽ 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. ആൻഡ് അതായത് ഓപ്ഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ബട്ട് ബാക്കിയുള്ള 5 ചോദ്യങ്ങൾ ന്യൂമറിക്കൽ അനാലിറ്റിക്കൽ ടൈപ്പ്, അഥവാ അത് നിങ്ങൾ തന്നെ ആൻസർ കണ്ടുപിടിക്കണം. അതിന്
ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടാവുള്ളൂ, എന്തുണ്ടാവില്ല, ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഈ ഒരു രീതിയാണ് നമ്മുടെ മെയിൻസ് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ബട്ട് പ്രോപ്പറായിട്ട് നിങ്ങൾ ബോർഡ്സിൻ്റെ കൂടെ കോച്ചിങ് കൊണ്ടുപോവുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ കോച്ചിങ്ങിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക ആൻഡ് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാൻ. നിങ്ങളുടെ ഡ്രീം NIT ഏതാണെന്ന് വേഗം തന്നെ കമൻറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ മക്കളെ, താങ്ക് യു.